ഈ തണുപ്പും ഈ ചൂട് കട്ടനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവർക്കും കട്ടനോട് പ്രണയം തോന്നിപ്പോവും. ഗുഡ് മോർണിംഗ്. ഒരു വീഡിയോ തുടങ്ങുമ്പോൾ ഒരു ചേഞ്ചൊക്കെ വേണ്ടേ അല്ലേ? എന്നും ഒരേപോലെ എന്താ അതിനകത്തൊരു രസമുള്ളത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തുടക്കം ഇന്ന് ഇങ്ങനെയാണ് കേട്ടോ. എന്ന് വിചാരിച്ചത് ലെഗ് ചലഞ്ചൊന്നുമല്ലേ, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഞാനുള്ള സ്ഥലം ഷോളയൂരാണ്. ഇത് രാവിലെ 6 മണിയാണ്. എന്തിനാണ് ഈ സമയത്ത് എഴുന്നേറ്റത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാവിലെ എഴുന്നേറ്റാൽ ഇവിടുന്ന് സൂര്യോദയം കാണാൻ അടിപൊളിയാണ്, നന്നായിട്ട് കാണും എന്നൊക്കെ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത് എഴുന്നേറ്റ് വന്നത്. പക്ഷേ ഉണ്ടല്ലോ, നിരാശയാണ് നിരാശ. നമ്മുടെ കിലുക്കത്തിൽ രേവതി പറഞ്ഞ പോലെ ഒരു ജോജിയും വന്നില്ല, ഒരു തീയും വന്നില്ല. പക്ഷേ അതിന് കാരണമുണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ മഞ്ഞും മൂടി നിൽക്കുകയാണ്, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് സൺറൈസ് കാണാൻ പറ്റാത്തത്. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇങ്ങനെ വെയിലുദിച്ച് വെളിച്ചം വെച്ച് വരുന്നുണ്ട്. ഇന്നലെ നമ്മുടെ ടീംസിൻ്റെ അടുത്തൊക്കെ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ പതിയെ ഓരോരുത്തരുടെ എഴുന്നേറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലല്ലോ, നല്ല തണുപ്പല്ലേ. ഊട്ടിയിലെ തണുപ്പ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഷോളയൂരിലെ തണുപ്പ് ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. എന്തായാലും നല്ല തണുപ്പുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാനൊരു ഡ്യൂപ്ലിക്കേറ്റ് കുളി കുളിച്ചിട്ട് വരാം. നിങ്ങൾ അപ്പോഴേക്ക് റിസോർട്ടിൻ്റെ ആംബിയൻസ് ഒക്കെ ഒന്ന് കാണും കേട്ടോ. ഈ തണുപ്പും ഈ ചൂട് കട്ടനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. എല്ലാവർക്കും കട്ടനോട് പ്രണയം തോന്നിപ്പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നമുക്കിത് കിട്ടുമ്പോൾ വലിയ സന്തോഷമാണല്ലേ. അത് മനസ്സിനും നമുക്ക് കുടിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമൊക്കെ വളരെ വലുതാണ്. എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷെ ആ സമയത്ത് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾക്ക് അത്രയ്ക്ക് അങ്ങ് എന്താ പറയുക, ഇവിടുത്തെ കാര്യങ്ങളൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. പക്ഷേ ഇന്ന് രാവിലത്തെ കാഴ്ചകൾ കണ്ടുവല്ലോ. നല്ല മഞ്ഞുമൂടി, നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ കുളിച്ചൊക്കെ ഫ്രഷായി വന്നിട്ട് ഇപ്പം ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കട്ടനടിക്കുകയാണ്. ഈ ഒരു സ്പോട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇരിക്കുന്നത് ഒരു ക്യാമ്പ് ഫയറിൻ്റെ മുമ്പിലാണ്. അത് കാണിച്ചു തരാം. ഇപ്പോൾ ഫയറില്ല കേട്ടോ, സെറ്റപ്പാണ്. ഇതാണ് സ്ഥലം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എന്തായാലും ഇവിടെ ഇരുന്നത്. ഇന്നലെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡാൻസും പാട്ടും സംഭവം കിടിലനായിരുന്നു. ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പകലിൻ്റെ ഭംഗിയിൽ ഇവിടുത്തെ ഫുൾ കാഴ്ചകൾ ഇപ്പം നിങ്ങൾ ഓൾറെഡി കണ്ടു. ഇനി ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി തരാം. നമ്മൾ ഇന്നലെ നരസിംഹക്കായിരുന്നു ലാസ്റ്റ് പോയ സ്പോട്ട്. ആ സ്പോട്ടിൽ നിന്ന് ഈ ഷോളയൂർ, ഈ ബ്രീസ് ബേ എന്ന് പറയുന്ന ഈ ഒരു കോട്ടേജിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയുന്നത് 18 കിലോമീറ്ററാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇനി ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണ്ടേ. അപ്പോൾ അതിലേക്കൊക്കെ പോവാം. റൂം കാണിക്കുന്നതിന് മുമ്പേ ഇവിടുന്ന് ഒരു 2-3 ഫോട്ടോ എടുക്കുന്നത് നല്ലതായിരിക്കില്ലേ? ഇനി നമുക്ക് കഴിക്കാൻ പോവാം. ഇവിടെ മൊത്തം 4 കോട്ടേജാണ് കേട്ടോ. അതിനകത്ത് എല്ലാവർക്കും കോമൺ ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഏരിയയാണ് ഇത്. ഞങ്ങളുടെ ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ദോശയും ഇഡ്ഡലിയാണ്. ഞാൻ ദോശ കഴിച്ചു. നമ്മുടെ കൂടെ ഉള്ളവർ ഇനിയും എഴുന്നേറ്റ് വരാനുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. കിളികൾക്ക് വെള്ളം കുടിക്കാനുള്ള സംഗതി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഭക്ഷണം കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പം ഇത് ടാങ്കിൽ വളർത്തുന്ന ആമയാണ്.
ആമകളുണ്ട്. ഈ കാണുന്നത് ഇതിനകത്ത് മീനൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ അടുത്തേക്ക് പോയില്ല. അപ്പോൾ അവിടെ മീനുണ്ട്. അങ്ങനെ ഇത് ഒരുപാട് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇത് വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിലെനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പക്ഷികളും നല്ല കളറുള്ള പൂക്കളും ഒക്കെ ആയിട്ട് എന്ത് രസമാണ്. ഇതിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? അതായത് ഇതിൻ്റെ മേൽക്കൂര എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഇത് സോളാറാണ് സംഗതി. അപ്പോൾ ഈ പ്രാവിൻ്റെ കൂടിന് ഒരു മേൽക്കൂരയായി, എന്നാൽ ഇത് എക്സ്ട്രാ ഒരു സ്ഥലം അത് കളയുന്നുമില്ല. ഇതിന് മേൽക്കൂരയുമായിട്ട് സോളാറും വെച്ചിട്ടുണ്ട്. നല്ലൊരു ഐഡിയ അല്ലേ? 2 പ്രാവുള്ളൂ. പിന്നെ ഇനി അവിടെ ഒരു കുഞ്ഞു കിളിക്കൂടുണ്ട്, നമുക്ക് അതും കൂടെ കാണാം. പിന്നെ ഇവിടുത്തെ പൂക്കളുടെ കളറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകത നമുക്ക് എന്തൊരു കളറാണ്, നല്ല രസമുണ്ട്. വാ, ഇതൊക്കെ കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തന്നില്ലല്ലോ. അതെ, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇറങ്ങി ഓരോ എൻജോയ്മെൻറ്റിലാണ്. ഊഞ്ഞാലാട്ടിക്കൊടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, എന്തൊക്കെ കലാപരിപാടികളാണല്ലേ. നമുക്ക് റൂം കണ്ടിട്ട് വരാം. വാ, നമ്മൾ റൂമിലേക്ക് കയറുകയാണ്. റൂമിലെ കാഴ്ചകളാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു റൂം തന്നെയാണ് കേട്ടോ. നല്ല വലിയ കോട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊരു 3-4 പേർക്ക് ഈസി ആയിട്ട്, ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഈസി ആയിട്ട് എടുക്കാം. ഞങ്ങളിപ്പോൾ ഇത് യൂസ് ചെയ്തതിന് ശേഷം എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആകെ ഇതായിട്ട് കിടക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒരു ചെറിയ ഏരിയ. പിന്നെ ഇവിടെ നമുക്കൊരു ബാൽക്കണി പോലെ ഒരു സംഭവമുണ്ട്. നമുക്ക് അന്ന് നോക്കാം. സത്യം പറഞ്ഞാൽ അട്ടപ്പാടിയിൽ തന്നെ റൂം എടുക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ അവിടെ നമുക്ക് ഓക്കെ ആയിട്ടുള്ള റൂംസ് ഒന്നും കിട്ടിയില്ല, ചിലതൊന്നും ഓപ്പൺ അല്ല. അങ്ങനെ അവസാനം നമുക്ക് ഈ ഷോളയൂരിലെ ഈ കോട്ടേജുകളാണ് നമുക്ക് കിട്ടിയത്. എന്തായാലും ഇവിടെ കിട്ടിയത് ഇപ്പോൾ വളരെ ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമായി, എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോഴും ഇഷ്ടമായില്ലേ? ഇത് ശരിക്കും ഷോളയൂർ പോലീസ് സ്റ്റേഷൻ്റെ അടുത്താണ്, അധിക ദൂരമില്ല. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3200 രൂപയാണ് കേട്ടോ. അധികം റേറ്റ് ഒന്നുമില്ല. പിന്നെ ഷാരീസ് വേ കണ്ടിട്ടാണ് നിങ്ങളിത് ബുക്ക് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ചെറിയ ഡിസ്കൗണ്ടൊക്കെ ഞാൻ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചോദിച്ച് മേടിക്കുക. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ശരിക്കും നമ്മുടെ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് ടൂറിസം അല്ലെങ്കിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകൾ, റിസോർട്ടുകൾ എല്ലാം പൂട്ടിക്കിടന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഇങ്ങനെ പതിയെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കോട്ടേജ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ശബരി ദ ട്രാവലർ, ശബരി ബ്രോ നമസ്കാരം. ശരിക്കും ഈ പ്രോപ്പർട്ടി ആദ്യം ഞാൻ കണ്ടത് ശബരിയുടെ വീഡിയോയിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഓണറായിട്ടുള്ള നമ്മുടെ സുധീർ ചേട്ടൻ, നമസ്കാരം. ഇവിടെ തൃശ്ശൂർക്കാരനാണ് കേട്ടോ പുള്ളി. ഇവിടെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീട്. ബാക്കിയുള്ള 4 കോട്ടേജുകൾ കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? അതായത് 2020 ജനുവരിയിലാണ് ഇത് ഓപ്പൺ ആയത്. അതിനുശേഷം പിറ്റേ മാസം തന്നെ ലോക്ക്ഡൗൺ ആയി. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല, ഇങ്ങനെ പിക്കപ്പ് ആയിക്കൊണ്ട് വരുന്നുണ്ട്. ഓക്കെ. ഈ സ്ഥാനത്തിനെ കുറിച്ച് പറയും. ഇവിടെ ആന, പിന്നെ ബാക്കിയുള്ള മൃഗങ്ങൾ അങ്ങനെയൊക്കെ വരാറുണ്ടോ? ആന ചക്കയുടെ സീസൺ ആകുമ്പോഴാണ് ആന വരിക. അതെയോ? അപ്പൊ ഇവിടെ പ്ലാവ് നമുക്കൊരു പ്ലാവേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ പിന്നിലുള്ള പ്രോപ്പർട്ടിയിലൊക്കെ പ്ലാവുകളുണ്ട്. ഇതിലേക്ക് കയറി ഇറങ്ങി പോവും. ഇതിന് പോവും. ഇലക്ട്രിക് ഫെൻസ് ചെയ്തതിന് ശേഷം കുറവാണ്. നല്ലത് ഏത് സമയത്താ? ക്ലൈമറ്റ് നമുക്ക് തണുപ്പ് ആഗ്രഹിക്കുന്നവർക്ക് ഡിസംബറിലേക്ക് വരുമ്പോ നവംബർ ഡിസംബർ നല്ല തണുപ്പിലേക്ക് പോകും. പക്ഷെ നമുക്ക് ഫോട്ടോഗ്രാഫി താല്പര്യമുള്ളവർക്ക് ഒരു സെപ്റ്റംബർ മുന്നേ വന്ന ഓണത്തിന്റെ ഒക്കെ ഒരു ടൈം ഉണ്ടല്ലോ, അപ്പൊ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനറി ഒക്കെ നമ്മൾ ഈ മലകളെല്ലാം വിസിബിൾ ആയിരിക്കും. അപ്പൊ ഫോട്ടോഗ്രാഫി കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഇപ്പൊ ഡിസംബർ ആകുമ്പോഴേക്കും മിസ്റ്റ് വന്ന് മൂടിയിട്ട് മുഴുവൻ നമുക്ക് കാണാൻ പറ്റില്ല. അത് ശരിയാണ് കേട്ടോ. കാരണം മിസ്റ്റായി കാരണം ഈ നമുക്ക് 4 ഭാഗവും ഇങ്ങനെ മലകളാണ്. അപ്പം അത് നമുക്ക് കൂടുതൽ വിസിബിൾ ആവണം എന്നുണ്ടെങ്കിൽ മഞ്ഞൊന്നും ഉണ്ടാവാൻ പാടില്ല.
വ്യത്യാസമുണ്ട്. അതെ, പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് നല്ല ഹാപ്പിയാണ്. കാര്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ സംസാരിച്ച ചേട്ടൻ്റെ വീട്. ഈ വീട്ടിൽ, അതായത് വീടിൻ്റെ അടുക്കള ജനലിലൂടെ ഒരു തുമ്പിക്കൈ വന്ന് ചക്ക മോഷ്ടിച്ചൊരു കഥ പറഞ്ഞു. ശരിക്കും ഞാൻ നേരത്തെ അദ്ദേഹത്തിനോട് പറഞ്ഞ പോലെ തന്നെ ആനയെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്ലാവ് ഉണ്ട് എന്ന് പറഞ്ഞില്ല, അത് തൊട്ടിപ്പുറത്തൊരു പ്ലാവുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉപദ്രവകാരിയായിട്ടുള്ള ആനകളല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തായാലും കാണണമെന്ന് കൂടുതലൊരു ആഗ്രഹം തോന്നി. പക്ഷേ പറഞ്ഞ പോലെ ചില ഭാഗ്യങ്ങളാണല്ലോ. നമ്മുടെ ടീംസ് ഒരു രക്ഷയില്ല കേട്ടോ. ഫോട്ടോ എടുക്കൽ ഇതൊന്നും തീരണ ഒരു ലക്ഷണവും ഇല്ല. എന്തായാലും എല്ലാവരും എൻജോയ് ആണ്. ഇത് പിന്നെ അറിയാമല്ലോ അല്ലേ, നൈനിക കുട്ടി കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് കണ്ട് പരിചയമില്ലേ? ഇത് നമ്മുടെ സ്നേഹനിധിയായ സാരഥി. ഇന്നലെ ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചത് ബാക്കി വന്നപ്പോൾ അത് എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് ഇവിടുത്തെ നായ്ക്കൾക്ക് കൊടുക്കുകയാണ്. ശരിക്കും ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളും ഇങ്ങനെ ചെയ്യണം കേട്ടോ. നമ്മൾ കാശ് കൊടുത്തിട്ട് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് അവിടെ തന്നെ കൊടുത്ത് ഏൽപ്പിച്ച് പോവാണ്ട്, അല്ലെങ്കിൽ അവിടെ തന്നെ ബാക്കി വെച്ച് പോവാണ്ട് നമ്മൾ തന്നെ അത് പാർസൽ ചെയ്ത് വാങ്ങിയിട്ട് ഇതുപോലെ വഴിയിൽ കാണുന്നവർക്കോ അല്ലെങ്കിൽ ഉള്ള മൃഗങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. അപ്പോൾ അവർക്കത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ വയറ് നിറയുമ്പോൾ നമ്മുടെ ഒരു മനസ്സും നിറയില്ലേ? അപ്പം ഞാനൊന്ന് ഓർമ്മിപ്പിച്ചാട്ടോ നിങ്ങളെ. ഇവിടെ ഇങ്ങനെ വിശാലമായിട്ട് ഈ കോമ്പൗണ്ടിന് ചുറ്റും ഇങ്ങനെ, അതായത് ഈ കോട്ടേജിന് ചുറ്റും സ്ഥലങ്ങളുള്ളത് കൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ നടക്കാനുണ്ട്. ഒരുപാട് നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് പോകാനേ തോന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പ്രതീക്ഷിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. അപ്പോൾ എന്തായാലും ഇവിടുന്ന് പോയല്ലേ പറ്റുള്ളൂ. അവസാനമായിട്ട് നമ്മൾ അടുത്തൊരു കലാപരിപാടിയിലേക്ക് കടക്കുകയാണ്. ഇതോടുകൂടി ഈ നാടകം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു കോട്ടേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നൊന്ന് താമസിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ എന്തായാലും ഈ റിസോർട്ടിൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഷോളയൂൻ്റെ മറ്റുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.